അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാനുള്ള പണം കണ്ടെത്താൻ ഒരു കൗമാരക്കാരൻ സ്വീകരിച്ച വഴി എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. മാതാപിതാക്കളെ കൊന്ന് പണം കണ്ടെത്താമെന്നായിരുന്നു ആ 17 വയസ്സുകാരനായ നികിത കാസപ്പ് ആലോചിച്ചത്. US പോലീസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളിലാണ് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളുള്ളത്. US-ലെ വിസ്കോസിൻ സ്വദേശിയാണ് നികിത. അമ്മ ടാറ്റിയാന കാസപ്പിന്റെയും രണ്ടാനച്ഛൻ ഡൊണാൾഡ് മേയറുടെയും മരണത്തിൽ കഴിഞ്ഞ മാസമാണ് നികിത കാസപ്പിനെതിരെ കുറ്റം ചുമത്തിയതും നടപടികളിലേക്ക് കടന്നതും. ഫെബ്രുവരി 28-നാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ ഉദ്യോഗസ്ഥർ കണ്ടെത്തുന്നത്. ആ കുടുംബത്തിലെ ആരെയും പുറത്തേക്ക് കാണാതായതോടെയാണ് ബന്ധുക്കളിൽ സംശയമുണ്ടാകുന്നത്. പിന്നാലെ നൽകിയ പരാതിയിൽ അന്വേഷിച്ചെത്തിയപ്പോഴാണ് പാതി ജീർണിച്ച ദമ്പതികളുടെ മൃതദേഹങ്ങൾ പോലീസ് കണ്ടെത്തിയത്. അഴുകിയതിനാൽ ദന്തരേഖകൾ വഴിയാണ് ഇവരെ തിരിച്ചറിഞ്ഞത്. തുടർന്നാണ് അന്വേഷണം നികിതയിലേക്ക് നീങ്ങിയത്. രണ്ടാനച്ഛന്റെ SUV-യുമായി കടന്ന നികിതയെ മാർച്ചിലാണ് അറസ്റ്റ് ചെയ്യുന്നത്. ട്രാഫിക് പരിശോധനയ്ക്കിടെയായിരുന്നു പിടിവീണത്. വീട്ടിൽ നിന്നെടുത്ത പണവും കാറിൽ നിന്ന് തന്നെ പോലീസ് കണ്ടെടുത്തിരുന്നു. ആദ്യം കാർ മോഷ്ടിച്ചതിനും തോക്ക് കൈവശം വെച്ചതിനുമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയതെങ്കിൽ പിന്നീട് അന്വേഷണത്തിന്റെ ഗതി തന്നെ മാറി. പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയ ഫോൺ വിവരങ്ങളും സന്ദേശങ്ങളും പരിശോധിച്ചപ്പോൾ പ്രസിഡന്റ് ട്രംപിനെ വധിക്കാൻ നികിത ഗൂഢാലോചന നടത്തിയതായി തെളിഞ്ഞു. പിന്നാലെ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങളും ചുരുളഴിയുകയായിരുന്നു. US-ലെ വിസ്കോസിൽ നിന്നുള്ള നികിത കാസപ്പിനെതിരെ 9 കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 11-നാണ് നികിത അമ്മയെയും രണ്ടാനച്ഛനെയും വെടിവെച്ച് കൊല്ലുന്നത്. അമ്മയുടെ മൃതദേഹം പുതപ്പുകൾ കൊണ്ട് മൂടിയ നിലയിൽ അടുക്കളയിൽ നിന്നായിരുന്നു ലഭിച്ചത്. രണ്ടാനച്ഛനെ വീടിന്റെ 1-ാം നിലയിലുള്ള ഓഫീസ് മുറിയിൽ നിന്നും. ആഴ്ചകളോളം അഴുകിയ മൃതദേഹങ്ങൾക്കൊപ്പം ചെലവഴിച്ച ശേഷമാണ് നികിത പണവും കാറുമായി കടന്നത്. $14,000 അതിലധികം വില വരുന്ന ആഭരണങ്ങളും മേയറുടെ 357 മാഗ്നം റിവോൾവറും നികിതയുടെ കൈവശമുണ്ടായിരുന്നു. ട്രംപിനെ വധിക്കാനായി ഡ്രോണും സ്ഫോടക വസ്തുക്കളും വരെ ഈ 17-കാരൻ വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. ഒരു റഷ്യൻ പ്രഭാഷകനടക്കമുള്ള ചിലരുമായി തന്റെ പദ്ധതികൾ നികിത പങ്കുവെക്കുകയും ചെയ്തതായി അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. US പ്രസിഡന്റിനെ വധിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഒരു മാനിഫെസ്റ്റോ തന്നെ നികിത തയ്യാറാക്കുകയും ചെയ്തിരുന്നു. 3 പേജുള്ള ഈ ആന്റി സെമിറ്റിക് പ്രകടന പത്രികയിൽ കൊലപാതക ഉദ്ദേശ്യങ്ങൾ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിൽ സ്വേച്ഛാധിപതി അഡോൾഫ് ഹിറ്റ്ലറിനെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ട്രംപിനെ വധിച്ച ശേഷം യുക്രൈനിലേക്ക് കടക്കാനായിരുന്നു നികിതയുടെ പദ്ധതി. ഇക്കാര്യം റഷ്യൻ പ്രഭാഷകനുമായി നികിത ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. നികിത കാസപ്പിന്റെ ഫോണിൽ നിന്ന് ദി ഓർഡർ ഓഫ് 9 ആംഗിൾസുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളും ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരുന്നു. ഒരു തീവ്രവാദ നവനാസി ഗ്രൂപ്പാണ് ഓർഡർ ഓഫ് 9 ആംഗിൾസ്. 1970-കളിൽ UK-യിൽ സ്ഥാപിതമായ ഒരു പൈശാചിക അരാജകത്വ ഗ്രൂപ്പായും ONAയെ കണക്കാക്കുന്നുണ്ട്. ശക്തമായ ജൂതവിരുദ്ധത, ക്രിസ്ത്യൻ വിരുദ്ധത, പാശ്ചാത്യ വിരുദ്ധത തുടങ്ങിയ പ്രത്യയശാസ്ത്രങ്ങളിലുള്ള ഒരു പൈശാചിക ആരാധനാക്രമം എന്നാണ് ഈ ഗ്രൂപ്പിനെ FBI വിശേഷിപ്പിക്കുന്നത്. ട്രംപിനെ വധിക്കാനും ചാവേർ ആക്രമണങ്ങൾ നടത്താനും നികിതയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തിയ പ്രകടന പത്രികയിൽ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു പുതിയ രാഷ്ട്രീയ വിപ്ലവം ആരംഭിക്കുകയും വെള്ളക്കാരുടെ മേധാവിത്വം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൊലപാതക ശ്രമത്തിന്റെ ലക്ഷ്യം. റഷ്യൻ ഭാഷയിലും സന്ദേശങ്ങൾ കണ്ടെത്തിയതായി രേഖകളിൽ പറയുന്നു. വിസ്കോൺസിനിലെ ഡിസ്ട്രിക്ട് കോടതിയിൽ മാർച്ചിൽ സമർപ്പിച്ച രേഖകളിലാണ് FBI അന്വേഷകർ ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നത്. പ്രസിഡന്റിനെ വധിക്കുന്നത് വഴി രാജ്യത്ത് കുഴപ്പങ്ങൾ ഉണ്ടാവുകയും അവന്റെ സാങ്കല്പിക വിപ്ലവം ആരംഭിക്കുകയും ചെയ്യുമെന്ന് നികിത അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കിയിരുന്നു. ഒരു മാരകായുധമായി ഡ്രോൺ എങ്ങനെ ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് പോലും നികിത വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു.